ഞാൻ രേഖ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചീമച്ചക്ക തോരനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് വേവിച്ച ചീമച്ചക്കയാണ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് അങ്ങ് വേവാൻ പാടില്ല. ഇനി ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് വേണേൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 4 വറ്റൽമുളക്, കുറച്ച് കുരുമുളക്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് തേങ്ങ, ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിയാണ്. അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തേങ്ങയും കൂടെ കൂട്ടി അങ്ങ് ഇളക്കുക. അത്രയും മൂത്താൽ മതി, ബ്രൗൺ നിറമൊന്നും ആകണ്ട. കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി സ്റ്റൗ ഓഫാക്കുകയാണ് ഞാൻ. ഇനി തണുക്കുമ്പോൾ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അരയാൻ പാടില്ല, തോരനായതുകൊണ്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറക്കുകയാണ്. കുറച്ച് വറ്റൽമുളകും കടുക് ഇടുകയാണ്. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ്, അതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ വറക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, എണ്ണ കുറവായതിന് ഇത്തിരി എണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഇനി അതിലേക്ക് നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്താണ്, അതുകൊണ്ട് 1 നുള്ളു മഞ്ഞൾപ്പൊടി മതി. അത് ഇട്ട് അതിലേക്ക് ചീമച്ചക്ക എടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഇട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചീമച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.